മുന്നണിയിലാക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ടാണ്. കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ കലാശക്കൊട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം പരസ്യ പ്രചാരണം അവസാനിക്കും. വലിയ ആവേശത്തിലാണ് അണികൾ ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാമത്. പല മേഖലകളിലും കലാശക്കൊട്ട് ആരംഭിച്ചിരിക്കുകയാണ്. മുന്നണികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി 2 ദിവസത്തിനുള്ളിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതിനു മുൻപുള്ള അവസാന തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിനി എറണാകുളത്തേക്കാണ് പോകുന്നത്. എറണാകുളത്ത് നിന്നും സേഫിനിസ ചേരുന്നുണ്ട്. സേഫിനിസ, അവിടുത്തെ കലാശക്കൊട്ട് ആരംഭിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 24 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിലാണ്. കുന്നത്തുനാട് മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം കോലഞ്ചേരിയിലാണ് നടക്കുന്നത്. 3 മുന്നണികളുടെയും കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാം. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു സ്ഥലമാണ് കുന്നത്തുനാട്. കുന്നത്തുനാട് UDF-ഉം LDF-ഉം NDA-യും തമ്മിലാണ് മത്സരം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2020-യുടെ ഒരു കേന്ദ്രമാണ് ഈ കുന്നത്തുനാട് എന്ന് പറയുന്ന മണ്ഡലം. ആ കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020-യാണ് NDA-യുടെ മത്സരരംഗത്തുള്ളത്. നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ബാബു ദിവാകരനെയാണ് ഇത്തവണ NDA 2020 ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ 2 മുന്നണികൾ തമ്മിൽ മത്സര രംഗത്തുണ്ടായിരുന്ന VP സജീന്ദ്രനെയും ഒപ്പം തന്നെ PV ശ്രീനിജനെയുമാണ് UDF-ഉം LDF-ഉം മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ആളാണ് VP സജീന്ദ്രൻ. പക്ഷെ PV ശ്രീനിജൻ ഇത്തവണയും വിജയം ഉറപ്പിച്ച രീതിയിലാണ് പ്രചാരണം നടത്തുന്നത്. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് VP സജീന്ദ്രൻ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കുന്നത്തുനാട് മണ്ഡലം. മുതൽക്ക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിയും അത് കോൺഗ്രസ് നൽകിയ അഴിമതി പണത്തിന്റെ ഭാഗമായാണ് രാജി, ഡീൽ ഉറപ്പിച്ചതിന്റെ ഭാഗമാണ് രാജി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ സജീവമായിരുന്നു. പക്ഷെ അതേസമയം 2020-യും ഒപ്പം തന്നെ കോൺഗ്രസ് തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് ആ രാജി എന്ന LDF-ഉം തുറന്നടിച്ചു. എന്തായാലും ഇപ്പോൾ 4 മണിയോടുകൂടി 3 മുന്നണികളുടെയും പ്രവർത്തകർ ഈ കോലഞ്ചേരി പട്ടണത്തിൽ, കോലഞ്ചേരി നഗരത്തിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ തവണ ചെറിയ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ഇത്തവണ കുന്നത്തുനാട് മണ്ഡലത്തിലെ കൊട്ടിക്കലാശം. വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാശിയേറിയ മത്സരം നടന്ന സ്ഥലം കൂടിയാണ് ഈ കുന്നത്തുനാട്